ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി. ഓവർഫ്ലോൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ കാർബറേറ്റർ അയച്ചിട്ടുണ്ട് ചെക്ക് ചെയ്യാനായിട്ട്. ഇത് ഒരിക്കൽ ഇതേപോലെ കംപ്ലൈൻറ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലമൊക്കെ ആയിട്ട് കാർബറേറ്റർ മാറ്റിയതാണെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. 2 വർഷമൊക്കെ ആയുള്ളൂ ശരിക്കും മാറ്റിയിട്ട്. അപ്പം നിലവിൽ സെയിം കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോൻ്റെ കംപ്ലൈൻ്റാണ് ഇപ്പോൾ കാണിക്കുക. കുറേ നേരം വണ്ടി ഇരിക്കുന്ന സമയത്ത് പെട്രോള് ആ ഓവർഫ്ലോ പൈപ്പിൽ കൂടെ കാർബറേറ്ററിൻ്റെ അടിയിലെ ചേമ്പറിൻ്റെ പൈപ്പിൽ കൂടെ പുറത്തേക്ക് വരാം. അതാണ് ശരിക്കും ഓവർഫ്ലോൻ്റെ പ്രോബ്ലമായിട്ട് കാണിക്കാം. കാർബറേറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ ക്ലീൻ ചെയ്ത് ചെക്ക് ചെയ്യുമ്പോഴായാലും വേറെ പറയത്തക്ക ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് എന്തെങ്കിലും കരട് കാര്യങ്ങളൊക്കെ വന്നതായിരിക്കാം, അതിൻ്റെ ഉള്ളിൽ വന്ന് ഇരുന്നിട്ടായിരിക്കാം കംപ്ലയിൻറ്റ് കാണിച്ചത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റി നോക്കാം കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ കോമൺ ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണ് ഇപ്പോൾ ഈ ഓവർഫ്ലോൻ്റെ പ്രശ്നം, സ്റ്റാർട്ടിങ് പ്രോബ്ലം കാര്യങ്ങളൊക്കെ. അത് ഇപ്പോഴത്തെ E20 പെട്രോളുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണ് കേട്ടോ. തൽക്കാലം ആ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ കംപ്ലയിൻറ്റ് വരാണെങ്കിൽ നോക്കിയിട്ട് നമുക്ക് കാർബറേറ്റർ മാറ്റുന്നോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ.